നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി അസം സ്വദേശി അമിത് ഒറാങ്ങിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കാശ്മീരിൽ ഭീകരവാദികൾക്ക് ചുട്ട മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ കൂടുതൽ വിവരങ്ങൾക്കായി നടൻ ശ്രീനാഥ് ബാസിയെ എക്സൈസ് ചോദ്യം ചെയ്യും. ദേശീയപാത ചേർത്തലയിൽ വാഹനാപകടം. പത്രവിതരണക്കാരൻ മരിച്ചു. പട്ടണക്കാട് പുതിയകാവ് അജിത് ഭവനിൽ സതീശനാണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസ് പ്രതി അസം സ്വദേശിയായ അമിത് ഒറാങ്ങിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി അസം സ്വദേശി അമിത് ഒറാങ്ങിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തൃശൂർ മാളയിൽ നിന്നാണ് ഇയാളെ അന്വേഷണ സംഘം പിടികൂടിയത്. മാളയിൽ ഒരു കോഴി ഫാമിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പമായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചത്. ഇയാളുടെ പക്കൽ 10ഓളം മൊബൈൽ ഫോണുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ മാറ്റിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കൊലയ്ക്ക് ശേഷം വിജയകുമാറിന്റെയും ഭാര്യയുടെയും ഫോൺ പ്രതി മോഷ്ടിച്ചിരുന്നു. ഇതിലൊരു ഫോൺ ഓണായിരുന്നു. ഇതിന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. കൊലപാതകം നടത്തി 24 മണിക്കൂറിനുള്ളിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക പ്രതി അസം സ്വദേശി അമിത് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കോടാലിയിലെ ഫിംഗർ പ്രിന്റ് അമിത്തിന്റെ തന്നെയെന്ന് തെളിഞ്ഞു. മോഷണക്കേസിൽ അറസ്റ്റിലായപ്പോൾ ശേഖരിച്ച ഫിംഗർ പ്രിന്റും കോടാലിയിലെ ഫിംഗർ പ്രിന്റും ഒന്നാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് പോലീസിന് പ്രതിയെ കണ്ടെത്താൻ സഹായകരമായത്. വീടിന്റെ കതകിലും വീടിനുള്ളിലും അടക്കം വിവിധ സ്ഥലങ്ങളിൽ വിരലടയാളം പോലീസ് ശേഖരിച്ചിരുന്നു. പ്രതിയെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും പോലീസ് ക്ലബ്ബിലും എത്തിച്ച ശേഷം തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിന് ശേഷം വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ്. കാശ്മീരിൽ ഭീകരർക്ക് ചുട്ട മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനി വരുന്ന ദിവസത്തിൽ എന്ത് നടക്കും അത് നരേന്ദ്രമോദിജിയും അമിത്ഷാജി ഇന്നലെ പറഞ്ഞു. ഇത് ചെയ്ത് ആരാണെങ്കിലും, പാകിസ്ഥാനിന്റെ ആരാണെങ്കിലും ഇന്ത്യ അതിനൊരു ഫിറ്റിംഗ് റിപ്ലൈ കൊടുക്കുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ കുറിച്ച് ഞാൻ ഇന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ എല്ലാവർക്കും അറിയണം, ഇന്നലെ ഈ 26-27 പേരെ കൊല്ലുമ്പോൾ ഈ ഭീകരവാദികൾ ചോദിച്ചൊരു പ്രശ്നം, നിങ്ങളുടെ മതം എന്താണെന്ന് ചോദിച്ചു. അത് നമ്മൾക്ക് മനസ്സിൽ വെക്കണം. ഞാനിന്ന് ഒരു രാഷ്ട്രീയത്തിനല്ല പറയുന്നത്, ഇതൊരു ക്ലിയർ ആൻഡ് പ്രസന്റ് ഡേഞ്ചർ ആണ്. ഈ ടെററിസം എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ നമ്മുടെ വികസിത ഭാരതത്തിന്റെ ട്രജക്ടറിയും സ്പീഡിനെ ബ്രേക്ക് ചവിട്ടാൻ ആഗ്രഹിക്കുന്ന 1-2 രാജ്യങ്ങളുണ്ട്. ഇതിനെല്ലാം ഒരു മറുപടി കൊടുക്കും എന്ന് എനിക്ക് ഒരു 100% വിശ്വാസമുണ്ട്. കാശ്മീരിൽ ഭീകരവാദികൾക്ക് ചുട്ട മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായ രാമചന്ദ്രന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇന്നലെ രാത്രി മുതൽ ഇന്ന് വരെ ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് രാമചന്ദ്രൻജീന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ ബോഡിയും സേഫായിട്ട് എങ്ങനെയാണ് വേഗം കൊണ്ടുവരാൻ അതിന്റെ ഫെസിലിറ്റീസും അതിന്റെ പ്രിപ്പറേഷനാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. ഇന്ന് രാവിലെ കിട്ടിയ ഒരു ഇൻഫർമേഷൻ, അദ്ദേഹത്തിന്റെ ബോഡി പഹൽഗാമിൽ നിന്ന് ശ്രീനഗർ എത്തിയിട്ടുണ്ട്. ശ്രീനഗറിൽ നിന്ന് ഡൽഹി ഒരു 11:30-12 മണിക്ക് എത്തും. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഡൽഹിയിൽ നിന്ന് കുടുംബവും അദ്ദേഹത്തിന്റെ ബോഡിയും കൊച്ചി ഒരു 7:30 മണിക്ക് എത്തും. അവിടുന്ന് ഒരു 4 മണിന്റെ ഫ്ലൈറ്റിലാണ് ടേക്ക് ഓഫ് ആവുന്നത് എന്നാണ് ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ. അതുകൊണ്ട് അത് പറയാനുണ്ട്. എല്ലാ കുടുംബങ്ങൾക്ക് ഒരു ഡീപ്പസ്റ്റ് കണ്ടോലൻസസ്, BJP കേരളത്തിന്റെ ഒരു ഡീപ്പസ്റ്റ് കണ്ടോലൻസസ്. ഞങ്ങൾക്കൊരു ഭീകരവാദികൾക്ക് അർഹമായ മറുപടി കൊടുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. വികസിത ഭാരതത്തിന്റെ കുതിപ്പിനെ തടയാൻ ചിലർ ശ്രമിക്കുന്നു. ഭീകരാക്രമണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ ആലപ്പുഴയിൽ പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ കൂടുതൽ വിവരങ്ങൾക്കായി നടൻ ശ്രീനാഥ് ബാസിയെ ചോദ്യം ചെയ്യുമെന്ന് എക്സൈസ് സംഘം. ആലപ്പുഴയിൽ 2 കോടി രൂപയോളം വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിലെ മുഖ്യപ്രതി കണ്ണൂർ സ്വദേശി തസ്ലീമ സുൽത്താനെയും നടൻ ശ്രീനാഥ് ബാസിയുമായി നടന്ന വാട്സപ്പ് ചാറ്റ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രീനാഥ് ബാസിയെ എക്സൈസ് ചോദ്യം ചെയ്യും. ചാറ്റ് എക്സൈസ് ശേഖരിച്ചെങ്കിലും ഇതുവഴി ലഹരി ഇടപാട് നടന്നതിന്റെ തെളിവില്ല. ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താനാണ് ശ്രീനാഥ് ബാസിയെ ചോദ്യം ചെയ്യുമെന്ന് എക്സൈസ് അറിയിച്ചത്.
സിനിമാ രംഗത്തെ ഒട്ടേറെ പേരുമായി ബന്ധമുണ്ടെന്ന തസ്ലീമ പറയുന്നുണ്ടെങ്കിലും ഇവരുമായി ലഹരി ഇടപാട് നടന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ലഹരി മരുന്ന് കേസിൽ അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോയുമായി പലതവണ വാട്സാപ്പ് വോയിസ് കോൾ ചെയ്തതിന്റെ തെളിവുകൾ എക്സൈസ് കണ്ടെത്തി. എന്നാൽ വാട്സാപ്പ് കോളിന്റെ വിശദാംശങ്ങൾ കണ്ടെത്താൻ കഴിയില്ലെന്നത് വെല്ലുവിളിയാണ്. എങ്കിലും ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട്. തസ്ലീമ സ്വർണ്ണക്കടത്ത് സംഘത്തിലെ മുഖ്യകണ്ണിയാണെന്ന് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ 2017 ഡൽഹിയിൽ പിടിയിലായ തസ്ലീമ തീഹാർ ജയിലിൽ തടവിൽ കഴിഞ്ഞതായും എക്സൈസിന് വിവരം ലഭിച്ചു. തസ്ലീമയുടെ ഭർത്താവും കേസിലെ 3ാം പ്രതിയുമായ ചെന്നൈ സ്വദേശി സുൽത്താൻ അക്ബർ അലി രാജ്യാന്തര സ്വർണ്ണക്കടത്ത് സംഘത്തിലെ പ്രധാനിയാണെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. സ്വർണ്ണക്കടത്ത് എക്സൈസിന്റെ അന്വേഷണ പരിധിയിൽപ്പെടാത്ത വിഷയമായതിനാൽ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് കൈമാറാനായി അന്വേഷണ സംഘം എക്സൈസ് കമ്മീഷണർക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. തസ്ലീമയ്ക്ക് പെൺവാണിഭ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും സംഘത്തിലെത്തുന്ന പെൺകുട്ടികൾക്കും ഇടപാടുകാർക്കും ഇവർ ലഹരി മരുന്ന് നൽകാറുണ്ടെന്നും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ടൈം ന്യൂസ്, ആലപ്പുഴ. ദേശീയപാത ചേർത്തലയിൽ വാഹനാപകടം. പത്രവിതരണക്കാരൻ മരിച്ചു. പട്ടണക്കാട് പുതിയകാവ് അജിത് ഭവനത്തിൽ സതീശനാണ് മരിച്ചത്. ചേർത്തലയിൽ വാഹനാപകടം. പത്രവിതരണക്കാരൻ മരിച്ചു. പട്ടണക്കാട് പുതിയകാവ് അജിത് ഭവനത്തിൽ സതീശനാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. ദേശീയപാതയിൽ ചേർത്തല വയലാർകവലയ്ക്ക് തെക്കുവശത്താണ് അപകടം നടന്നത്. പത്രവിതരണം ചെയ്യുന്നതിനിടെ ബൈക്ക് തട്ടുകയായിരുന്നു. സുവർണയാണ് ഭാര്യ. മീര, അജിത് എന്നിവർ മക്കളും. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AU അനീഷ് മരുമകനുമാണ്. മലയാള സാഹിത്യകൃതിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് അർത്തുങ്കൽ വെളുത്തച്ഛൻ എന്ന് വിളിച്ചിരുന്ന ഫാദർ ഫെനീഷ്യോയാണെന്ന് ആർക്കും അറിയില്ല. 33 വർഷക്കാലം അർത്തുങ്കൽ വികാരിയായിരുന്ന ഫാദർ ഫെനീഷ്യാണ് പാക്കനാർ 900 എന്ന കൃതി ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ജാതി വ്യവസ്ഥയ്ക്കെതിരെ കേരള മണ്ണിലുണ്ടായ ആദ്യത്തെ അക്ഷരക്കൂട്ടാണ് പാക്കനാർ 900. പറയിപറ്റ പന്തിരുകുലത്തിലെ പാക്കനാരാണ് ഈ കൃതി രചിച്ചതെന്ന് കരുതുന്നു. സംഘകാല കൃതികളെപ്പോലെ ദ്രാവിഡ സാഹിത്യത്തിൽ വിലമതിക്കുന്ന ഒന്നായ ഈ കൃതി ബ്രാഹ്മണാചാരങ്ങളെയും അതിൻ്റെ ഉൽപ്പന്നമായ ജാതി വ്യവസ്ഥയെയും നിശിതമായി ആക്രമിക്കുന്നു. അദ്വൈതസാരം ഉൾക്കൊള്ളുന്ന കൃതിയായതിനാൽ അദ്വൈതാചാര്യനായ ശ്രീ ശങ്കരാചാര്യർക്ക് ശേഷമാണ് പാക്കനാർ ജീവിച്ചിരുന്നതെന്ന് കരുതുന്നു. നൂറ്റാണ്ടുകളോളം മറവിയിൽ ആണ്ടുകിടന്ന ഈ കൃതി കണ്ടെടുത്തത് ജെസ്യൂട്ട് പാതിരിയായിരുന്ന ഫാദർ ഫെനീഷ്യോ ആണ്. AD 1557 ഇറ്റലിയിലാണ് ബുക്കാമാറോ ഫെനീഷ്യ ജനിച്ചത്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഭാരതത്തിലെത്തിയ അദ്ദേഹം കൊച്ചിയിലാണ് കാലുകുത്തിയത്. അർത്തുങ്കൽ പള്ളിയുടെ 2ാമത്തെ വികാരിയായി നിയോഗിക്കപ്പെട്ട അദ്ദേഹമാണ് ഇന്ന് കാണുന്ന പഴയ പള്ളി സ്ഥാപിച്ചത്. ഇടക്കാലത്ത് കോഴിക്കോട്ടേക്ക് അദ്ദേഹം സ്ഥലം മാറിപ്പോയി. ഈ കാലയളവിൽ മലബാറിലും നീലഗിരിയിലുമൊക്കെയായി വിശാലമായി സഞ്ചരിച്ച് സാമൂഹിക ജീവിതങ്ങൾ പഠിച്ചു, സാഹിത്യകൃതികൾ ശേഖരിച്ചു. അത്തരത്തിൽ പാലക്കാട് തൃത്താലയ്ക്കടുത്ത് നിന്ന് കണ്ടെടുത്ത കൃതിയായിരുന്നു പാക്കനാർ 900. ഫാദർ ജിയാക്കോമോ ഫെനീഷ്യോ. അദ്ദേഹം 1557 ഇറ്റലിയിൽ ജനിച്ചു. അദ്ദേഹത്തിന് 49 വർഷമാണ് ഭാരതത്തിൽ അദ്ദേഹം പ്രേക്ഷിത പ്രവൃത്തി ചെയ്തത്. അതിൽ 33 വർഷം അർത്തുങ്കലായിരുന്നു. ഇടയ്ക്ക് കോഴിക്കോട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേര് ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റില്ല. സംഘകാല കൃതിയോളം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന പാക്കനാർ 900 എന്ന ഒരു കൃതി അദ്ദേഹമാണ് കണ്ടെടുത്തത്. അക്കാലത്തെ സാമൂഹ്യ വ്യവസ്ഥയുടെ പരിച്ഛേദമായിരുന്നു ആ കൃതി. ആ കൃതിയിൽ കൂടിയാണ് അക്കാലത്തെ ഏതാണ്ട് മധ്യകാല യുഗത്തിലെ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ചരിത്രം വെളിപ്പെടുത്തുന്നത്. അദ്ദേഹം അത് വളരെ കഷ്ടപ്പെട്ട് തൃത്താലയിൽ നിന്നാണ് അത് കണ്ടെടുത്തത്. പിന്നീട് അദ്ദേഹം അത് പോർച്ചുഗീസ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. ആ തർജ്ജമ ഇന്നും യൂറോപ്പിൽ സാഹിത്യ പഠിതാക്കൾക്ക് വലിയൊരു പാഠമാണിത്. താൻ കണ്ടെത്തിയതും മനസ്സിലാക്കിയതും പഠിച്ചതുമെല്ലാം അടിസ്ഥാനമാക്കി കിഴക്കൻ ഇന്ത്യൻ സമൂഹങ്ങളെക്കുറിച്ചുള്ള പുസ്തകം എന്നൊരു കൃതി അദ്ദേഹം പോർച്ചുഗീസ് ഭാഷയിൽ രചിച്ചു. അതിൽ പാക്കനാർ 900 പോർച്ചുഗൽ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി ചേർത്തിട്ടുണ്ട്. യൂറോപ്പിലെന്നല്ല വിദേശത്ത് എത്തിയ ആദ്യ മലയാള കൃതിയായി അതുവഴി പാക്കനാർ 900. 49 വർഷമാണ് ഫാദർ ഫെനീഷ്യോ കേരളക്കരയിൽ ഉണ്ടായിരുന്നത്. അതിൽ 33 വർഷവും അർത്തുങ്കൽ പള്ളിയിലായിരുന്നു വികാരിയായി സേവനമനുഷ്ഠിച്ചു. ഇക്കാലത്ത് വെളുത്തച്ഛൻ എന്നായിരുന്നു അദ്ദേഹത്തെ നാട്ടുകാർ വിളിച്ചിരുന്നത്. പോർച്ചുഗീസ് വിഭവങ്ങളായ കേക്കും വൈനും അപ്പവും സ്റ്റൂവും നാട്ടുകാർക്ക് പരിചയപ്പെടുത്തിയത് ഫെനീഷ്യോ അഥവാ വെളുത്തച്ഛനാണ്. നാട്ടുകാർ ഏറെ ആദരിച്ച ഫെനീഷ്യോ AD 1632 അന്തരിച്ചത്. അർത്തുങ്കൽ പഴയ പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം സംസ്കരിച്ചത്. 450 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ദേവാലയമാണ് അർത്തുങ്കൽ സെയിൻറ് ആൻഡ്രൂസ് ബസിലിക്ക ദേവാലയം. പോർച്ചുഗീസ് മിഷണറിമാരാൽ സ്ഥാപിതമായ ഈ ദേവാലയത്തിൽ ഇറ്റലിയിൽ നിന്നും മിഷണറി പ്രവർത്തനവുമായി കടന്നു വന്ന ഫാദർ ജക്കോമോ ഫെനീഷ്യ എന്ന വൈദികൻ വികാരിയായിരിക്കുമ്പോഴാണ്
വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം ഈ ദേവാലയത്തിന് ലഭിക്കുന്നത്. അന്നു മുതൽ സെയിൻറ്റ് അന്ത്രയോസ് ദേവാലിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ഈ ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളോടുകൂടി വിശ്വപ്രസിദ്ധമായി അറിയപ്പെട്ടു തുടങ്ങി. ഈ ദേവാലയത്തിൽ ഫാദർ ജക്കോമോ ഫിനീഷ്യോയുടെ കാലത്ത് വരുത്തിയ മാറ്റങ്ങളും അതോടുകൂടി ഉണ്ടായ പരിവർത്തനങ്ങളും ഇന്ന് ലോക പ്രശസ്തിയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു. ജക്കോമോ ഫിനീഷ്യ അന്ത്യവിശ്രമം കൊള്ളുന്ന ദേവാലയം കൂടിയാണ് അർത്തുങ്കൽ സെയിൻറ്റ് ആൻഡ്രൂസ് ബസിലിക്ക ദേവാലയം. പള്ളിയുടെ അൾത്താരയിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കല്ലറ കാണാം. ഫെനീഷ്യോയുടെ മരണശേഷമാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. മലയാള സാഹിത്യകൃതിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് അർത്തുങ്കൽ വെളുത്തച്ഛൻ എന്നറിയപ്പെട്ടിരുന്ന ഫാദർ ഫെനീഷ്യോ ആണ് എന്ന് അധികമാർക്കും അറിയില്ല. ടൈം ന്യൂസ്, ചേർത്തല. റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തലയുടെ നേതൃത്വത്തിൽ മുഹമ്മയിൽ ലോക ഭൗമദിനം ആചരിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തലയുടെ നേതൃത്വത്തിൽ ലോക ഭൗമദിനം ആചരിച്ചു. വനമിത്ര അവാർഡ് ജേതാവ് മുഹമ്മ KV ദയാലിൻ്റെ വസതിയിലാണ് ദിനാചരണം ഒരുക്കിയത്. റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തല പ്രസിഡന്റ് സുമേഷ് ചെറുവാരണം അധ്യക്ഷനായി. മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ഭാവി തലമുറ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ ഭൂമി ഇതുപോലെ തന്നെ നമുക്ക് നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് നമ്മുടെ ജലാശയവും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയും നമ്മൾ ശ്വസിക്കുന്ന വായുവും എല്ലാം വളരെ മലിനപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ സംരക്ഷിച്ചു പോകേണ്ടത് നമ്മളെ സംബന്ധിച്ച്, ഈ ഭൂമിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. KV ദയാലിനെ ചടങ്ങിൽ പൊന്നാടയണിച്ച് ആദരിച്ചു. മുഹമ്മ KE കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ സാംജി വടക്കേടം വൃക്ഷത്തൈ വിതരണം ചെയ്തു. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ശ്രീദേവൻ ഹഗ് ട്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ND റെജി, രഞ്ജിത്ത് മേനോൻ, കണ്ണനുണ്ണി, സന്തോഷ് ഷൺമുഖൻ, ഇന്നർവീൽ പ്രസിഡന്റ് ദേവി പ്രഭ, അനു കണ്ണനുണ്ണി എന്നിവർ സംസാരിച്ചു. സ്കേറ്റിംഗ് ഇൻസ്ട്രക്ടർ പ്രദീപ്, MK ജേക്കബ്, അധ്യാപകരായ ഡാലിയ, ലിമ മാത്യു, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ലബ്ബ് ട്രഷറർ ബിനു ജോൺ സ്വാഗതവും പ്രോജക്റ്റ് ചെയർമാൻ PS മനോജ് നന്ദിയും പറഞ്ഞു. മുഹമ്മ KE കാർമൽ സ്കൂളിലെ കുട്ടികളും ഹരിതകർമ്മസേനയും പഞ്ചായത്ത് പ്രതിനിധികളും ചേർന്ന് വൃക്ഷത്തൈ ചേർത്ത് പിടിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞയെടുത്തു. തുടർന്ന് നടന്ന റാലി പ്രസിഡന്റ് സുമേഷ് ചെറുവാരണം ഫ്ലാഗ് ഓഫ് ചെയ്തു. കാർമൽ സ്കൂൾ സ്കേറ്റിംഗ് ടീം റാലിക്ക് നേതൃത്വം നൽകി. മുഹമ്മ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ CITUവിൻ്റെ നേതൃത്വത്തിൽ കയർ ഫാക്ടറി തൊഴിലാളി കൺവെൻഷൻ നടന്നു. മുഹമ്മ കയർ ഫാക്ടറി തൊഴിലാളികളുടെ വർദ്ധിപ്പിച്ച കൂലി നടപ്പിലാക്കുക, ചെറുകിട കയർ ഫാക്ടറി മേഖലയിലെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച മുഹമ്മ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ CITUവിൻ്റെ നേതൃത്വത്തിൽ കയർ ഫാക്ടറി തൊഴിലാളി കൺവെൻഷൻ നടന്നു. കേരള കയർ വർക്കേഴ്സ് സെന്റർ പ്രസിഡന്റ് CB ചന്ദ്രബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു തൊഴിലാളി 4 മെഷീൻ വരെ പ്രവർത്തിപ്പിക്കും. ആ മെഷീൻ 1 മണിക്കൂർ കൊണ്ട് 10-100 കിലോ കയർ ഉൽപ്പാദിപ്പിക്കാൻ നല്ല റണ്ണേജുള്ള, ഇടവണ്ണമില്ലാത്ത, നല്ല മൂർഖമുള്ള കയർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ ഇന്ന് ഈ രംഗത്ത് വികസിപ്പിച്ച് വന്നിട്ടാണ്. തമിഴ്നാട് അതൊരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ കയറ്റുമതിയിൽ ഏതാണ്ട് 75% കേരളത്തിന് വെളിയിലാണ്. 25 കൊല്ലം മുമ്പ് കയറിന്റെ കയറ്റുമതി 75% കേരളത്തിലായിരുന്നു. ഇന്ന് നമ്മൾ 4/3 ഭാഗം ഉണ്ടായിരുന്ന കേരളം ഇപ്പോൾ 4/1 ഭാഗമായി ചുരുങ്ങിയതിന്റെ അടിസ്ഥാന കാരണം നമുക്ക് ഈ രംഗത്ത് മത്സരിച്ച് മുന്നേറാൻ കഴിയുന്നില്ല. വ്യവസായം എന്ന് പറയുന്നത് മാറ്റത്തിനനുസൃതമായിട്ട് മാറുന്നില്ല എങ്കിൽ വ്യവസായത്തിൽ നിലനിൽക്കാനാവില്ല. MP സുഗതൻ അധ്യക്ഷനായി. S രാധാകൃഷ്ണൻ, G മുരളി, J ജയലാൽ, CK സുകുമാരൻ, KD അനിൽകുമാർ, S സലിമോൻ, CK സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ എടത്വ സെന്റ് ജോർജ് ഫൊറാന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ തിരുനാൾ ഏപ്രിൽ 27 മുതൽ മെയ് 14 വരെ നടക്കും. മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തിയാണ് പെരുന്നാൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 27 മുതൽ മെയ് 14 വരെയാണ് തിരുനാൾ നടക്കുന്നത്. ഏപ്രിൽ 27 രാവിലെ 5:45 കുർബാനയെ തുടർന്ന് കൊടിയേറ്റും
തുടർന്ന് പിന്നീട് ദിവസങ്ങൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ 3-ാം തീയതിയാണ് വിശുദ്ധൻ്റെ തിരുസ്വരൂപം നമ്മൾ പ്രധാന കവാടത്തിൽ പ്രതിഷ്ഠിക്കുന്നു. 6, 7 പ്രധാനപ്പെട്ട തിരുനാൾ ദിവസങ്ങൾ. അതിനുശേഷം 14-ാം തീയതി 8-ാം ഇടം. അങ്ങനെയാണ്. അതോടുകൂടിയാണ് കൊടിയിറക്കോടുകൂടിയാണ് നമ്മുടെ ഈ തിരുനാൾ ഔദ്യോഗികമായിട്ട് അവസാനിക്കുന്നെങ്കിലും എപ്പോഴും വർഷത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും തീർത്ഥാടകരുടെ വലിയ സാന്നിധ്യമുള്ള ഒരു ദേവാലയം തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും ആളുകളുടെ സാന്നിധ്യം, തീർത്ഥാടക സാന്നിധ്യം അടുത്തുവാൻ. ചരിത്രപ്രസിദ്ധമായ എടത്വ സെൻറ് ജോർജ് ഫൊറോന പള്ളിയിൽ ഗിവർഗീസ് സഹദയുടെ പെരുന്നാൾ ഈ മാസം 27 മുതൽ മെയ് 14 വരെ നടക്കും. ഏപ്രിൽ 27 ഞായറാഴ്ച പുലർച്ചെ മുതലുള്ള തിരുക്കർമ്മങ്ങൾക്ക് ശേഷം രാവിലെ 7-ന് വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. രാവിലെ 10-ന് തമിഴ് സീറോ മലബാർ കുർബാന ഫാദർ പീറ്റർ കിഴക്കേതിൽ, ഫാദർ അജിൻ സി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കും. മെയ് 3-ന് വൈകിട്ട് 5:45-ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കുർബാന. തുടർന്ന് ഗിവർഗീസ് സഹദയുടെ നടയിൽ നിന്നും തിരുസ്വരൂപം ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ പ്രതിഷ്ഠിക്കും. 6-ന് രാവിലെ 9-ന് തക്കല രൂപതാ മെത്രാൻ മാർ ജോർജ് രാജേന്ദ്രൻ കുർബാന അർപ്പിക്കും. വൈകിട്ട് 3:45-ന് പാളയംകോട്ട് രൂപത മുൻ ബിഷപ്പ് ഡോക്ടർ ജൂഡ് പോൾ രാജ് തമിഴ് കുർബാന അർപ്പിക്കും. വൈകിട്ട് 5-ന് പ്രദക്ഷിണം. 7-നാണ് പ്രധാന തിരുനാൾ. രാവിലെ 5:45-ന് ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം കുർബാന അർപ്പിക്കും. തുടർന്ന് ഫാദർ ദുരൈ സ്വാമി, ഫാദർ ജെനിസ് എന്നിവർ തമിഴിൽ കുർബാന. വൈകിട്ട് 3-ന് ആഘോഷമായ കുർബാനയ്ക്ക് തൂത്തുക്കുടി ബിഷപ്പ് ഡോക്ടർ സ്റ്റീഫൻ ആൻ്റണി പിള്ളൈ നേതൃത്വം നൽകും. വൈകിട്ട് 4-ന് തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണം. 14-ന് 8-ാം ഇടത്തോടെ തിരുനാൾ സമാപിക്കും. വൈകിട്ട് 4-ന് തിരുസ്വരൂപം എഴുന്നള്ളിച്ചുള്ള പട്ടണ പ്രദക്ഷിണം കുരിശടിയിലേക്ക് നടക്കും. തുടർന്ന് കൊടിയിറക്കം. രാത്രി 9-ന് തിരുസ്വരൂപം തിരുനടയിൽ പ്രതിഷ്ഠിക്കുന്നതോടെ തിരുനാൾ സമാപിക്കും. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലായും എത്തുന്നത്. സഭയുടെ ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ ഭവനങ്ങൾ എന്ന പേരിൽ 3.5 കോടിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു. 4 സെൻറ് വീതം സ്ഥലത്ത് 9 വീടുകൾ നിർമ്മിക്കും. 1.5 ലക്ഷം വീതം നൽകി 50 വീടുകളുടെ അറ്റകുറ്റപ്പണികൾ, ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം എന്നിവയും നൽകും. തിരുനാൾ കോർഡിനേറ്റർ ഫാദർ ഏലിയാസ് കരിക്കണ്ടത്തിൽ, ഫാദർ ജോസഫ് കാമിച്ചേരി, PS ടോമിച്ചൻ പറപ്പള്ളി, തോമസ് ജോർജ് ആലപ്പാട്ട് പറത്തറ, ജോസുകുട്ടി സെബാസ്റ്റ്യൻ എന്നിവർ ആലപ്പുഴയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ബാലസംഘം ചേർത്തല ടൗൺ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേനൽത്തുമ്പി കലാജാഥയ്ക്ക് സ്വീകരണം നൽകി. ബാലസംഘം ചേർത്തല ടൗൺ വെസ്റ്റ് മേഖലാ കമ്മിറ്റി വേനൽത്തുമ്പി കലാജാഥയ്ക്ക് സ്വീകരണം നൽകി. ഏപ്രിൽ 22 ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ വേളറോട്ടം പ്രമോദിന്റെ വസതിയിൽ കലാജാഥയ്ക്ക് സ്വീകരണം നൽകി. സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം ചേർത്തല രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് കുട്ടികളാണ് ബാലസംഘത്തിൽ അംഗങ്ങളായിട്ടുള്ളത്. ആ കുട്ടികൾക്കെല്ലാം അവരുടെ സ്വഭാവ രൂപീകരണത്തിലും അച്ചടക്കമുള്ള നല്ല കുട്ടികളായി, അനുസരണയുള്ള കുട്ടികളായി മാറ്റിയെടുക്കാനും ശാസ്ത്രബോധവും യുക്തിചിന്തയും ചരിത്രബോധമുള്ള നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ബാലസംഘം ഇങ്ങനെ രൂപീകരിച്ചിരിക്കുന്നത്. ബാലസംഘത്തിൻ്റെ രൂപീകരണ കാലഘട്ടം മുതൽ ഇന്നുവരെ ബാലസംഘത്തിലൂടെ നിരവധി ഉന്നത നേതാക്കന്മാർക്ക് വളർന്നു വരാൻ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലെ, ഈ മേഖലയിലെ ബാലസംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ എല്ലാ കുട്ടികളിലൂടെയാണ് നമ്മൾ മുതിർന്ന ഒരു പൗരനെ സൃഷ്ടിച്ചെടുക്കുന്നത്. നമ്മുടെ ആശയങ്ങൾ കുട്ടികളിലൂടെ വളർത്തിയെടുക്കാനുള്ള ഒരു പരിശ്രമം കൂടി ഈ ബാലസംഘത്തിന്റെ പ്രവർത്തനത്തിലൂടെ നടത്തണം. മേഖലാ പ്രസിഡന്റ് കുമാരി അഫ്രിൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസം, ചരിത്രം, ശാസ്ത്രം, സാഹോദര്യം, മതനിരപേക്ഷത, ലഹരിവിരുദ്ധ ചിന്ത, ആനുകാലിക സംഭവങ്ങളോടുള്ള പ്രതികരണം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കലാരൂപങ്ങളാണ് ജാഥയിൽ അരങ്ങേറുന്നത്. പരിശീലനം നേടിയ കലാകാരികളും കലാകാരന്മാരുമാണ് കലാജാഥയുടെ ഭാഗമായി മേഖലയിൽ എത്തിച്ചേർന്നത്. ചെയർമാൻ PS ഗോപി, മേഖലാ കൺവീനർ P സോയിമോൻ, രക്ഷാധികാരി A സാബു, കൺവീനർ സന്തോഷ് സേവ്യർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. ടൈം ന്യൂസ്,
ചേർത്തല. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം വ്യാഴാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 37ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 24-ാം തീയതി മറ്റന്നാൾ പൂച്ചാക്കൽ പാണാവള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. എന്തുകൊണ്ടും വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സമ്മേളനമാണ്. ഈ സമ്മേളനം ഏറ്റവും ബഹുമാനമുള്ള MLA ദിലീമ ജോജോ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ P. ജോർജ് മാത്യു അവർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. പാണാവള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ വ്യാഴാഴ്ച രാവിലെ 8:30 ജില്ലാ പ്രസിഡന്റ് K. ജയദേവൻ പതാക ഉയർത്തും. പൂച്ചാക്കൽ തെക്കേക്കരയിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് വിളംബര ജാഥ നടത്തും. വിവിധ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് കമ്പനി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം മുൻ സംസ്ഥാന പ്രസിഡന്റ് B. സതീശൻ ഉദ്ഘാടനം ചെയ്യും. ദിലീമ ജോജോ MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് K. ജയദേവൻ അധ്യക്ഷനാകും. സംസ്ഥാന പ്രസിഡന്റ് P. ജോർജ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തും. പാണാവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രാഗിണി രമണൻ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി CV രാജു അനുഗ്രഹ പ്രഭാഷണം നടത്തും. വിവിധ കമ്പനികളുടെ പുതിയ ഉൽപ്പന്നങ്ങൾ അംഗത്തൊഴിലാളികൾക്കായി പരിചയപ്പെടുത്തും. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് P. ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് K. ജയദേവൻ അധ്യക്ഷനാവും. ജനറൽ സെക്രട്ടറി CV രാജു സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഡേവിഡ് ജോൺ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ഖജാൻജി R. അണ്ണാദുരൈ കണക്കും അവതരിപ്പിക്കും. വെൽഫെയർ ഫണ്ട് സൊസൈറ്റി പ്രസിഡന്റ് R. രാജീവ് ചികിത്സാ സഹായ വിതരണവും സെക്രട്ടറി KB മണിലാൽ ക്ഷേമ ഫണ്ട് പദ്ധതി വിശദീകരണവും നടത്തും. വൈദ്യുതി കണക്ഷനുകളുടെ ചാർജ് വർധനവിലൂടെയും വൈദ്യുതി ചാർജ് വർധനവിലൂടെയും വൈദ്യുതി ബോർഡ് തീവെട്ടിക്കൊള്ളയാണ് നടത്തുന്നത്. കണക്ഷൻ സാധന സാമഗ്രികളുടെ പട്ടികയിൽ കാണിച്ചിട്ടുള്ള പലതും നൽകാതെ ഇവ പൊതു കമ്പോളത്തിൽ നിന്നും വാങ്ങിപ്പിച്ച് ഉപഭോക്താക്കളുടെ വിശ്വാസവഞ്ചന കാട്ടുന്നു. ഈ ഇനത്തിൽ കോടിക്കണക്കിന് രൂപയാണ് കാലങ്ങളായി ബോർഡ് അപഹരിച്ചിട്ടുള്ളത്. ഇതിനെതിരെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് പല തവണ പരാതി നൽകിയെങ്കിലും കൊള്ളയ്ക്ക് വൈദ്യുതി ബോർഡിനൊപ്പം നിൽക്കുന്ന സമീപനമാണ് റെഗുലേറ്ററി കമ്മീഷൻ്റേതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CV രാജു, ജില്ലാ പ്രസിഡന്റ് K. ജയദേവൻ, കൺവീനർ ഹരീന്ദ്രൻ നായർ, ഡേവിഡ് ജോൺ, R. അണ്ണാദുരൈ, KP ഷിബു, K. ഷാജി എന്നിവർ പൂച്ചാക്കലിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മദ് ചാരമംഗലം ശ്രീനാരായണ വിലാസം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവാഭരണ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. മുഹമ്മദ് ചാരമംഗലം ശ്രീനാരായണ വിലാസം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവാഭരണ ഘോഷയാത്ര വർണ്ണാഭമായി. നിരവധി ഭക്തജനങ്ങൾ താലമേന്തി ചെണ്ടമേളവും ഗരുഡൻ പയറ്റും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. ദേവസ്വം പ്രസിഡന്റ് CV വിദ്യാസാഗർ, ക്ഷേത്രം മേൽശാന്തി രതീഷ് മോഹനൻ, വൈസ് പ്രസിഡന്റ് TP സജിമോൻ തെക്കേച്ചിറ, സെക്രട്ടറി VP അനന്തകൃഷ്ണൻ, ഖജാൻജി PS സിദ്ധാർത്ഥൻ പള്ളിപ്പറമ്പ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ടൈം ന്യൂസ്, മുഹമ്മ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി അസം സ്വദേശി അമിത് ഒറാങ്ങിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കാശ്മീരിൽ ഭീകരവാദികൾക്ക് ചുട്ട മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ കൂടുതൽ വിവരങ്ങൾക്കായി നടൻ ശ്രീനാഥ് ബാസിയെ എക്സൈസ് ചോദ്യം ചെയ്യും. ദേശീയപാത ചേർത്തലയിൽ വാഹനാപകടം, പത്രവിതരണക്കാരൻ മരിച്ചു. പട്ടണക്കാട് പുതിയകാവ് അജിത് ഭവനിൽ സതീശനാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.